എനിക്ക് നീന്താൻ കഴിയും. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു. ഇവിടെ ഈ 2 സെന്റൻസിൽ എന്താ വ്യത്യാസം? ഒരു സെന്റൻസിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്, നമ്മുടെ കഴിവാണ് പറയുന്നത്. മറ്റൊന്ന് നമുക്ക് പണ്ടൊരു കഴിവുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? എനിക്ക് പണ്ട് നീന്താൻ കഴിയുമായിരുന്നു, കുട്ടിയായിരുന്നപ്പോൾ നീന്താൻ കഴിയുമായിരുന്നു. അപ്പോൾ ഈ 2 സെന്റൻസസ് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതുന്നതെന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സെന്റൻസ് എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ പറ്റും എന്നാണ് പറയുന്നത്. അങ്ങനത്തെ കേസിൽ നമ്മൾ ഇംഗ്ലീഷിൽ ക്യാൻ ആണ് യൂസ് ചെയ്യുക. എനിക്ക് നീന്താൻ കഴിയും, ഐ ക്യാൻ സ്വിം. നീന്തുക എന്ന് പറയുമ്പോൾ സ്വിം എന്നല്ലേ പറയാം. സോ എനിക്ക് നീന്താൻ കഴിയും, ഐ ക്യാൻ സ്വിം. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുക. പ്ലസ് എന്ത് ചെയ്യാൻ കഴിയും, എന്താണ് ആ വേർബ് എന്നുള്ളത് അതും കൂടി മെൻഷൻ ചെയ്യുക. ഇനി ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു, ചെയ്യാൻ കഴിയുമായിരുന്നു. അതിനർത്ഥം ചിലപ്പോൾ ഇപ്പം നീന്താറില്ല അല്ലെങ്കിൽ ഇപ്പം നീന്താൻ കഴിയുന്നില്ല എന്നായിരിക്കും. സോ നമ്മൾ എങ്ങനെ പറയും? ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു. അത് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, വെൻ ഐ വാസ് എ ചൈൽഡ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ, വെൻ ഐ വാസ് എ ചൈൽഡ്. വെൻ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്ന് പറയുമ്പോഴാണ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ, ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ, അപ്പോൾ നമ്മൾ പറയില്ലേ, അവിടെയാണ് നമ്മൾ വെൻ യൂസ് ചെയ്യുന്നത്. വെൻ ഐ വാസ് എ ചൈൽഡ്, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്താണ്? എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു, ഐ കുഡ് സ്വിം. ഇവിടെ നമ്മൾ എന്തിനാണ് കുഡ് യൂസ് ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ പറ്റുമായിരുന്നു, പണ്ട് പറ്റുമായിരുന്നു, നേരത്തെ. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ കുഡ് സ്വിം. അപ്പോൾ ഇവിടെ കുഡ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു, നീന്താൻ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോഴാണ്. അപ്പോൾ ഒരു കാര്യം നേരത്തെ ചെയ്യാൻ കഴിവുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുക. അതിപ്പോൾ 10 ദിവസം മുന്നേ ആയിരിക്കാം, 10 വർഷം മുന്നേ ആയിരിക്കാം, കുട്ടിക്കാലത്തായിരിക്കാം, എപ്പോഴും വേണമെങ്കിലും ആയിരിക്കാം. അപ്പോൾ വെൻ ഐ വാസ് എ ചൈൽഡ് ഐ കുഡ് സ്വിം. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു, ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കുഡ് യൂസ് ചെയ്യും. എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കഴിയും എന്ന് പറയാനായിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്യും. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ കഴിയും. ഇത് നമ്മൾ എങ്ങനെ പറയും? എനിക്ക് സൈക്കിൾ ഓടിക്കാൻ കഴിയും. നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എനിക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് എനിക്ക് കഴിയും, ഐ ക്യാൻ. അങ്ങനെ വേണം. ഒരു കാര്യം ചെയ്യാൻ കഴിയും, പറ്റും എന്ന് പറയാനായിട്ട് എനിക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഐ ക്യാൻ, എനിക്ക് കഴിയും. പിന്നെയാണ് എന്ത് ചെയ്യാൻ കഴിയും, വേർബ്. എന്താ വേർബ്? എനിക്ക് സൈക്കിൾ ഓടിക്കാൻ കഴിയും. സൈക്കിൾ ഓടിക്കുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? നമുക്ക് റൈഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. പലരും ഡ്രൈവ് എന്നൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് വണ്ടി, അതായത് 3 വീലേഴ്സ് 4 വീലേഴ്സിനൊക്കെയാണ്. 2 വീലേഴ്സിൻ്റെ കൂടെ നമ്മൾ റൈഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഐ ക്യാൻ റൈഡ്, സൈക്കിൾ ഓടിക്കാൻ കഴിയും. ഐ ക്യാൻ റൈഡ് എ സൈക്കിൾ. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ കഴിയും, ഐ ക്യാൻ റൈഡ് എ സൈക്കിൾ. ഇനി എനിക്ക് 10 വയസ്സായിരുന്നപ്പോൾ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ കഴിയുമായിരുന്നു. അതിനർത്ഥം എന്താ? ചിലപ്പോൾ ഇപ്പോൾ കഴിയുന്നുണ്ടാവില്ല, അതായിരിക്കും പറയുന്നത്. അപ്പോൾ അതെങ്ങനെ പറയും? എനിക്ക് 10 വയസ്സായിരുന്നപ്പോൾ, അപ്പോൾ എന്ന് വന്നു. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എന്ത് വാക്കാണ് യൂസ് ചെയ്യേണ്ടേ? വെൻ എനിക്ക് 10 വയസ്സായിരുന്നപ്പോൾ, വെൻ ഐ വാസ് 10 years old. വെൻ ഐ വാസ് 10 years old എന്ത് കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ കഴിയുമായിരുന്നു. ഐ കുഡ് റൈഡ് എ സൈക്കിൾ. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ കഴിയുമായിരുന്നു, ഐ കുഡ് റൈഡ് എ സൈക്കിൾ. 2 സെൻറ്റൻസിൻ്റെ വ്യത്യാസം കണ്ടോ? ഐ ക്യാൻ റൈഡ് എ സൈക്കിൾ, അത് ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്, നൗ, ഇപ്പോഴത്തെ കാര്യം. ഐ ക്യാൻ റൈഡ് എ സൈക്കിൾ, എനിക്ക് സൈക്കിൾ ഓടിക്കാൻ കഴിയും. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ കഴിയുമായിരുന്നു, ഐ കുഡ് റൈഡ് എ സൈക്കിൾ. സോ അത് പാസ്റ്റ്, നേരത്തെ കാര്യം. അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ക്യാൻ ഇപ്പോഴത്തെ കാര്യം, കുഡ് നേരത്തെ കാര്യം. ഇനി അവന് പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും. അവന് പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും. അവന് പണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുമായിരുന്നു. ഇത് രണ്ടും എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതാന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ്. അവന് പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും. അവന് കഴിയും എന്ന് പറഞ്ഞു വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അവൻ എന്ന് പറയുമ്പോൾ ഹീ ക്യാൻ എന്ന് പറഞ്ഞു വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടെയോ അവന് പണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഹീ കുഡ്, കഴിയുമായിരുന്നു, പണ്ടത്തെ കാര്യമാണ്. അപ്പോൾ അത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നമ്മൾ ക്യാനും കുഡും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചില്ലേ? ഇത്രയേ ഉള്ളൂ. അത്ര സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മെത്തേഡിൽ ജോയിൻ ചെയ്യാം. ഇംഗ്ലീഷ് മെത്തേഡിൽ ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, കോഴ്സ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം
നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആൻസേഴ്സ് ഞാൻ കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. മിസ്റ്റേക്ക് വരികയാണെങ്കിൽ കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഈസ് രേവതി കൃഷ്ണൻ signing off from English Mitra. Thank you and have a beautiful day. English Mitra. Stop worrying, start learning.